തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പ്രദീപ് കാലിൽ ചെരുപ്പ് ധരിക്കുമോ? എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനുസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. 2005 പ്രദീപ് ചെരുപ്പ് ഉപേക്ഷിച്ചത്. BJP നഗരസഭാ ഭരണം പിടിച്ചാൽ മാത്രമേ കാലിൽ ചെരുപ്പ് ധരിക്കുകയുള്ളൂവെന്ന വാതുവെപ്പാണ് ഇന്നും ചെരുപ്പിടാതെ പൊള്ളുന്ന വെയിലത്തും നടക്കുന്നത്. പലരും ചെരുപ്പിടാൻ നിർബന്ധിച്ചിട്ടും അമ്മയുടെ വാക്ക് ശിരസിലേറ്റിയാണ് ഇന്നും ചെരുപ്പ് ധരിക്കാതെ പ്രദീപ് നടക്കുന്നത്. ടെമ്പിൾ വെസ്റ്റ് വാർഡിൽ മത്സരിക്കുന്ന പ്രദീപിനെ വിജയിപ്പിക്കുന്നതിനായി നിലവിലെ കൗൺസിലർ C. സുമേഷാണ് ചുക്കാൻ പിടിക്കുന്നത്. പ്രദീപിനെ ചെരുപ്പ് ധരിക്കാൻ കഴിയുമോ എന്ന് ഡിസംബർ 13 അറിയാം. 44-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് പ്രദീപ്. ഈ രാഷ്ട്രീയത്തിൽ വരാനുള്ള കാര്യം തന്നെ വാർഡിൻ്റെ വികസനം കണക്കിൽ ഉള്ളതുകൊണ്ടാണ്. ചെരുപ്പിൻ്റെ എനിക്ക് ഞാൻ 2005 വർക്ക് ചെയ്യുമ്പോൾ സമ്മതമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മളൊരു വ്യക്തി നമ്മളോട് വാക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ ലെവലിലുണ്ടായിരുന്നു. അപ്പോൾ BJPക്ക് ഈ വാർഡിൽ 135 വോട്ടാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ് സുന്ദർശ മാസ്റ്റർ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞു, മുനിസിപ്പാലിറ്റി നിങ്ങൾ ഒരു കാരണവശാലും പിടിക്കില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, മുനിസിപ്പാലിറ്റി പിടിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ കാലിൽ ചെരുപ്പ് ഇടുകയുള്ളൂ എന്നും പറഞ്ഞ് അന്ന് ആ ചെരുപ്പ് ഞാൻ ഉപേക്ഷിച്ചതാണ്. ഇതേവരെയും ചെരുപ്പില്ലാതെ നടക്കണം. 22 വർഷമായി ഞാൻ ചെരുപ്പില്ലാതെ വാർഡുകളുടെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ചെരുപ്പും ഇടാതെയാണ് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എന്നെ പറ്റി എല്ലാവർക്കും അറിയാം. ഈ വാർഡ് തലത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവർക്കും അറിയാം. ചെരുപ്പിടാത്ത കാര്യങ്ങൾ എല്ലാവരും എപ്പോഴും പറയും, ചെരുപ്പിട് എന്ന് പറയും. എൻ്റെ മോളെ കല്യാണത്തിന് പോലും എന്നെ ചെരുപ്പിടാൻ വേണ്ടി മക്കൾ തീരുമാനിച്ചു. പക്ഷേ ഞാൻ ഇട്ടില്ല, ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, കൊടുത്ത വാക്ക് എന്നും പാലിക്കണം. ആ ബാക്കി കൂടെയാണ് ഞാനിപ്പോഴും നടന്നെടുക്കുന്നത്. എന്നെ അറിയുന്നവരും എന്നെ മനസ്സിലാക്കിയവർക്കും എല്ലാവർക്കും ഈ വാർഡിലെ എല്ലാവർക്കും എന്നെപ്പറ്റി അറിയാം. അതാണ് ഞാൻ ചെരുപ്പിടാതെ ഈ വാർഡിൽ വരുന്നത്. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും എന്നുള്ള ഉദ്ദേശത്തോടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ ഞാൻ ഈ വാർഡിൽ തന്നെ സ്ഥാനാർത്ഥിയായി വന്നതും എനിക്ക് സന്തോഷമുണ്ട്. ജയിച്ച് കയറി വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കാലിൽ ചെരുപ്പിടുമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അത് ഞാൻ മാത്രം ജയിച്ചാൽ പോരാ. ഈ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിപ്പിക്കണമെന്ന് ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നു. നന്ദി.